ഹെൽത്ത് അവയർനെസ് ക്ലാസ്. 2018 മെയ് മാസം നമ്മുടെ നാടിനെ ബാധിച്ച നിപ്പ വൈറസ് നാം ഏവരിലും വളരെ ഉത്കണ്ഠയുളവാക്കുന്ന ഒരു വാർത്തയായിരുന്നു. പരിമിതമായ അറിവുകൾ കൊണ്ട് ആളുകൾക്കിടയിൽ ഊഹാപോഹങ്ങളുണ്ടായ സാഹചര്യത്തിൽ നിപ്പ വൈറസ് എന്താണെന്നും സ്വീകരിക്കേണ്ട മുൻകരുതലുകളും പ്രതിവിധികളും എന്താണെന്നും സാധാരണ ജനങ്ങളെ മനസ്സിലാക്കുന്നതിന് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് എൻവിഷൻ സംഘടിപ്പിച്ച ക്ലാസ് പ്രൗഢഗംഭീരമായിരുന്നു. ഡോക്ടർ അബ്ദുൽ സത്താർ ക്ലാസിന് നേതൃത്വം നൽകി സംശയ നിവാരണത്തിനും അവസരമൊരുക്കിയിട്ടുണ്ടായിരുന്നു. പ്രളയവും സേവന പ്രവർത്തനങ്ങളും. നൂറ്റാണ്ട് കണ്ട മഹാപ്രളയം നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ടാക്കിയ ആഘാതം വിവരണങ്ങൾക്കതീതമാണ്. നാടിന്റെ എല്ലാ മേഖലകളെയും കാര്യമായി ബാധിച്ച പ്രളയം മാറഞ്ചേരിയിലടക്കം നിരവധി ആളുകളെ ബാധിക്കുകയുണ്ടായി. ഈ ഒരവസ്ഥയിൽ ക്രിയാത്മകമായ ഇടപെടലുകളാണ് എൻവിഷൻ മാറഞ്ചേരി നടത്തിയത്. വളണ്ടിയർ സേവനം, റിലീഫ് സഹായങ്ങൾ, ഭക്ഷണ കിറ്റ് വിതരണം, വീട് നിർമ്മാണ സഹായങ്ങൾ തുടങ്ങിയ കഴിയാവുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുവാൻ നമുക്ക് കഴിഞ്ഞു. SYS സാന്ത്വനം വിങ്ങുമായി സഹകരിച്ച് നടത്തിയ വളണ്ടിയർ സേവനത്തിൽ നാട്ടിലുള്ള സഹകാരികളോടൊപ്പം പ്രവാസ ലോകത്തു നിന്നും അവധിക്കായി എത്തിയവരും സജീവമായി പങ്കെടുത്തു. മാറഞ്ചേരിയിലെയും താമലശ്ശേരിയിലെയും വിവിധ വീടുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനങ്ങളിൽ കോട്ടത്തറ ഭാഗത്ത് സജീവമായി പങ്കെടുക്കുകയുണ്ടായി. കോട്ടത്തറ ഭാഗത്ത് ഭക്ഷണ കിറ്റ് വിതരണവും താമസയോഗ്യമായ വീട്ടുകാർക്ക് വീട്ടിലേക്ക് ആവശ്യമായ സാമഗ്രികൾ നൽകാനും കഴിഞ്ഞു. കൂടാതെ തൃശൂർ ജില്ലയിലെ മാളയിൽ വളരെ ദയനീയമായ ദുരന്തം ബാധിച്ച പ്രദേശം സന്ദർശിക്കുകയും കഴിയാവുന്ന സഹായങ്ങൾ നൽകുകയുമുണ്ടായി. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയുമായി നിരവധി ആളുകൾ മുന്നോട്ട് വന്നു എന്നത് അഭിനന്ദനാർഹമാണ്. റിലാക്സ് 2018 ഡിസംബർ അവധിക്കാലം മാറഞ്ചേരി പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തിയ സ്പോർട്സ് മീറ്റ് സംഘാടനം കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. SSF സെക്ടർ കമ്മിറ്റികളുടെ സഹകരണത്തോടെ നടത്തിയ റിലാക്സ് വിവിധ മത്സരങ്ങളാൽ വിദ്യാർത്ഥികൾക്ക് ആവേശം നൽകി. ഏകദേശം 200-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പ് ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് അരങ്ങേറിയത്. കുടുംബ ക്ലാസുകൾ. എൻവിഷൻ മാറഞ്ചേരിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പ്രധാനമാണ് നമ്മുടെ കുടുംബിനികളുടെ സമഗ്ര പുരോഗതിക്കാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുക എന്നത്. കാലങ്ങളായി ശീലിച്ച രീതികളിൽ നിന്ന് വ്യത്യസ്തമായി പ്രായോഗികതയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള ക്ലാസുകൾ എന്നത് നമ്മുടെ ലക്ഷ്യമാണ്. രൂപീകരണം മുതൽ ഇതുവരെയായി 9 ക്ലാസുകൾ നടത്താൻ നമുക്ക് സാധിച്ചു. യഥാക്രമം അബ്ദുസ്സമദ് മാസ്റ്റർ, ഹബീബ് അഹസനി, ഉമർ സഖാഫി, കുഞ്ഞു മുഹമ്മദ് സഖാഫി, മിസിസ് ഷൈനി, മിസിസ് സിതാര തുടങ്ങിയവരാണ് ഇതുവരെ ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത്. മോട്ടിവേഷൻ, കുടുംബജീവിതം, പാരന്റിംഗ്, രോഗീപരിചരണം, മയ്യത്ത് പരിപാലനം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നടത്തിയ ക്ലാസുകൾ പങ്കാളിത്തം കൊണ്ട് സജീവമായിരുന്നു. നിരവധി പേരുടെ അക്ഷീണ പ്രയത്നം കൊണ്ടാണ് ഇത്തരം ക്ലാസുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ക്ലാസുകൾക്കുള്ള വേദി നൽകുന്ന ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂൾ മാനേജ്മെന്റ് അധികൃതരോട് എൻവിഷന്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ ചെറിയ കാലയളവിനുള്ളിൽ വളരെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളാണ് എൻവിഷന് നടത്താൻ സാധിച്ചത്. ഏകദേശം 5.5 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞത് ഒരു നിസ്സാര കാര്യമായി കാണുന്നില്ല. മുകളിൽ വിവരിച്ച പ്രവർത്തനങ്ങൾക്ക് പുറമെ അനാഥകൾക്കും അഗതികൾക്കും സഹായമസ്തമാകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രവാസ കൂട്ടായ്മയുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് കഴിയാവുന്ന സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഒന്നും പൂർണ്ണമല്ല, ഇനിയും ഒരുപാട് ദൂരം മുന്നേറേണ്ടതുണ്ട്. എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം കൊണ്ട് നമുക്കതിന് സാധിക്കും ഇൻഷാ അല്ലാഹ്. ഈ കാലയളവിൽ പിന്തുണ നൽകിയവർ, ഇതിന് മുന്നിൽ നിന്ന് നയിച്ചവർ, സാമ്പത്തികമായി സഹായിച്ചവർ, ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിയവർ, നമ്മുടെ പ്രവർത്തനങ്ങൾ നാട്ടിൽ ഏകോപിപ്പിച്ചവർ,
മാനസികമായി പിന്തുണ നൽകിയവർ എല്ലാവരോടും എൻവിഷന് കടപ്പാടുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി എന്ന രണ്ടക്ഷരത്തിലൊതുക്കാതെ പ്രവർത്തന സജ്ജമായ വരും കാലങ്ങൾക്കായി നമുക്കൊന്നായി മുന്നേറാം എന്ന ശുഭാപ്തി വിശ്വാസത്തോടെ സർവശക്തനായ അള്ളാഹുവിന്റെ അനുഗ്രഹം എല്ലാവരിലും വർഷിക്കട്ടെ, ആമീൻ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻവിഷൻ 2018-2019 കാലയളവിലെ വാർഷിക റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.